ആര്യം വന്ന് പറഞ്ഞതും പ്രകാരം ആദിലയും അനുമോളും കൂടി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആര്യം വന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ സ്പിരിറ്റ്, ഇങ്ങനെ വേണം, പറഞ്ഞ ആ ജോലി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇത് വേണം, ഇതാണ് നമ്മളുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് കൂടുതൽ വാചകം അടിച്ച് ഇട്ടേച്ച് പോവുകയെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി വെച്ചിട്ട് പോവുകയെ. അനുമോൾ പറയുന്നുണ്ട്, അവർ കഴിച്ച പ്ലേറ്റ് കഴുകേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഇല്ല, കഴിച്ച പ്ലേറ്റ് എന്തായാലും കഴുകത്തില്ല. കാരണം നമ്മൾ അവരുണ്ടാക്കിയ വെസൽസ് മാത്രം, വലിയ പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചാൽ മതി. അവർ കഴിച്ച പാത്രം വേണമെങ്കിൽ അവർ കഴുകി വെക്കട്ടെന്ന് ആദില പറയുന്നുണ്ട്. അപ്പോഴത്തേന് കപ്പുകളൊന്നും കഴുകണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. ആദില അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ അക്ബർ അവിടെ നിന്നുകൊണ്ട് ഡയലോഗ് അടിക്കുന്നത് ആദില കേട്ടു. കമോൺ ഗൈസ്, ലാലേട്ടൻ വരുമ്പോൾ ഭയങ്കര സന്തോഷവും, വെസലെല്ലാം കഴുകി എല്ലാം നീറ്റ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ വേണം, ഇതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആരും എഴുന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയാണ്, ലാലേട്ടൻ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും നിങ്ങളുടെ കാര്യത്തിൽ. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ആര്യൻ. ഈ വെസൽസ് കഴുകി കഴിയുമ്പം പതിയെ ആ ബാത്റൂം കൂടെ കഴുകി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമെന്ന് ആര്യൻ പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ആരും കുടിച്ച കപ്പ് എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല, അത് അവരവർ തന്നെ കഴുകി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിവിടെ കഴുകുന്നില്ല, അതെടുത്ത് പറയേണ്ട കാര്യമില്ല ആദിലാന്ന് അക്ബർ പറയുന്നുണ്ട്. ഇനി കൂടുതൽ വാചകം അടിച്ചാലേ ഈ ചെയ്യുന്നതും കൂടി ഇട്ടേച്ച് ഞാൻ എൻ്റെ പാട് തിരക്കി പോകുന്നു ആദില പറയുന്നുണ്ട് അക്ബറിനോട്. അനുമോൾ കിച്ചണിൽ നിന്ന് പെറുപുറത്തോണ്ട് പറയുന്നുണ്ട്, അവനൊക്കെ കറി കോരി വെച്ച പാത്രങ്ങൾ വരെ നമ്മൾ കഴുകി കൊടുക്കണം. അനുമോൾ പറയണ മൂന്നും കൂടി ഇരുന്ന് ചിരിക്കുന്നു, ജയിക്കുന്നുള്ള രീതിയിൽ. എത്ര ദിവസമായിട്ടുള്ള വേസ്റ്റ് പോലും കളയാതെ വെച്ചിരിക്കുന്നു. കുളിക്കാത്ത നനയ്ക്കാത്തവന്മാരെയൊക്കെ ആണല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിപ്പിച്ച്. കഷ്ടം തന്നെ ബിഗ് ബോസിൻ്റെ കാര്യം അനുമോൾ അതിലൂടെ പറയുകയാണ്.